അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ആറാട്ടുപുഴ പൂരാഴിക്കാണ്. അപ്പോൾ ആറാട്ടുപുഴയിലെ ചെറു വിശേഷങ്ങൾ പറയാനായിട്ട് തൃപ്രയാറിലെ മാനേജർ നമ്മളെ കൂടെയുണ്ട്. നമ്മുടെ തൃപ്രയാർ ദേവരാണ് നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്നത്. ദേവർ പോകുമ്പോഴാണ് അവിടെ ആറാട്ട് കൂട്ടിയെഴുന്നള്ളത്ത് നടത്തുക. ഇവിടെ മകീരം പുറപ്പാട് എന്നുള്ളതാണ് ഈ പൂരത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. 24-ാം തീയതി ഉച്ചയ്ക്ക് 1:50 2:30 കർക്കിടക ലഗ്നത്തിലാണ് മുഹൂർത്തം വെച്ചിരിക്കുന്നത്. ഇക്കൊല്ലത്തെ പുറപ്പാട് തുടങ്ങി ഇവിടുന്ന് പൂരം തുടങ്ങിയായി. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പൂരം ഇവിടെ ചുറ്റുവട്ട 4-5 കുളങ്ങളുണ്ട്. അവിടെയൊക്കെ ആറാട്ടുകളൊക്കെ ഉണ്ട് ഓരോ ദിവസമായിട്ട്. 28-ാം തീയതി ഇവിടുന്ന് കിഴക്കേ കിടക്കും. കിഴക്കേ കരയിൽ പള്ളിയോടത്തിലാണ് പോവുക, സ്വർണ്ണപ്പാലത്തിൽ. അങ്ങനെ 30-ാം തീയതി പള്ളിയോടം നിയമവെടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമവെടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ 7 മണിയോടുകൂടി ഇവിടുന്ന് ആറാട്ടുപുഴ പൂരത്തിലേക്ക് എഴുന്നള്ളിയായി ഭഗവാൻ. അത് കഴിഞ്ഞ് ചേർക്കുക മറ്റേ വഴിയിലൊക്കെ പറകളും കാര്യങ്ങളും വരവേൽപ്പൊക്കെ ഉണ്ടാവും. അതേമാതിരി ആറാട്ടുകൾ 24-ാം തീയതി മുതലും ഉള്ള ഓരോ യാത്രയിലും പറകളും കാര്യങ്ങളും ഇത് എഴുന്നള്ളിപ്പൊക്കെ ഉണ്ടാവും, മറ്റേ സ്വീകരണമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവിടുന്ന് ചേർപ്പിൽ ഇറക്കി കൈതവളപ്പ് പറയുന്നിടത്താണ് ഈ പറയുന്ന കൂട്ടെഴുന്നള്ളിപ്പ് ആറാട്ടുപുഴ പൂരയുടെ മെയിൻ പ്രധാനം ഇതുണ്ടാവുക എഴുന്നള്ളത്ത്. അവിടെ ഭഗവാനെത്തി അവിടെ ഇടതുഭാഗത്ത് ഊരത്തെ തിരുവടിയും ചാത്തപ്രാൻ ശാസ്താവും, വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയായിട്ടാണ് വിശ്വപ്രസിദ്ധമായ ആറാട്ടുപുഴ കൂട്ടെഴുന്നള്ളിപ്പ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ദേവർ നെടുനായകത്വം വഹിച്ച് നടക്കുക. ഇടതുഭാഗത്ത് ഊരത്തെ തിരുവടിയും ചാത്തക്കുളം ശാസ്താവും, വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതി. അങ്ങനെയാണ് കൂട്ടെഴുന്നള്ളിപ്പ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് മന്ദാരക്കടവിൽ ആറാട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 9 മണി അവിടെ മറ്റുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 9 മണിയോടുകൂടി ഉപചാരം ചൊല്ലി പിരിയും. അടുത്ത വർഷം നമുക്ക് ഇതിനെ പൂരത്തിന് കാണാനുള്ളത് പകല് തീരുന്നതാണ്. അതായത് വൈകുന്നേരത്ത് ഇവിടുന്ന് ഒരു നിയമവെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്താഴപൂജയും ശീവേലിയും കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പള്ളിയോടത്തിൽ സ്വർണ്ണക്കുളത്തിൽ എഴുന്നള്ളിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 9 മണിക്കാണ് ഈ ആറാട്ടുണ്ടാവും, കഴിഞ്ഞ് ഉപചാരം ചൊല്ലുണ്ടാവും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് ഭഗവാൻ എഴുന്നള്ളും. ഇവിടെ വൈകുന്നേരത്തെ ഒരു 4 മണിക്കൊക്കെ എത്താറുണ്ട് തിരിച്ച്. ഒരു ദിവസം എന്ന് പറയാം. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്ത് ഇവിടെ കഴിഞ്ഞ് രണ്ടാമതും ഇവിടുത്തെ ഉത്രവിളക്കുണ്ട്. അത് ഇവിടെ നിന്ന് അന്ന് രാത്രി 9 മണിയോട് കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ആറാടി രണ്ടാമത് തിരിച്ചു വന്ന് ഭഗവാനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ പൂരത്തിന് അവസാനമായി.